ഒന്ന് പേടിപ്പിച്ച് കേട്ടാ സ്റ്റാർട്ട് ചെയ്തപ്പോ ദൈവമേ. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് പാനാഗീസിന്റെ മുകളിൽ വന്ന് നല്ല കട്ടങ്കാപ്പി സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. സൂപ്പർ കട്ടങ്കാപ്പി ഉണ്ടാവും. സൂര്യകാന്തി പൂക്കളങ്ങളുടെ ഡോള് കേട്ടോ, അടിപൊളി കാഴ്ചയൊക്കെ. പിടിച്ച് തീർന്നു. നമുക്ക് ബിയർ ടേസ്റ്റിനുള്ള ബിയർ വന്നിട്ടുണ്ട്. ാട്ടോ ഡനാങ്ങിലാണ്, വിയറ്റ്നാമിലെ ഡനാങ്ങിൽ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബാന ഹിൽസിലേക്കാണ്. ബാന ഹിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഇൻസ്റ്റയിലൊക്കെ വൈറലായ ഒരു പാലം, ഹാൻഡ് ബ്രിഡ്ജ് അല്ലെ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയും. ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ഫോട്ടോഷൂട്ട് നമ്മളിപ്പോൾ ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ അല്ല ഇൻസ്റ്റ തുറക്കുമ്പോൾ കാണാതെ ഭയങ്കര നല്ല നല്ല വീഡിയോകൾ, നല്ല നല്ല വിഷ്വൽസ് വരുന്നുണ്ട്. അവിടെ അൺലിമിറ്റഡ് ബൊഫേ ഉണ്ട്. ഇവിടുത്തെ വിയറ്റ്നാമിലെ എല്ലാ ഫുഡുകളും തന്നെ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫുഡുകളും തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പോകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, പോവാണ്. ഈ ബസ്സിലാണ് പോകുന്നത്. ഇത് ഗ്രൂപ്പ് ടൂറാണ്. നമുക്ക് സിംഗിളായിട്ട് അങ്ങനെ പോകണം, ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത് തന്നെ ഏകദേശം നമുക്ക് 5000 രൂപ വന്നിട്ടുണ്ട്. ഒരാൾക്ക് 5000 രൂപ വിത്ത് അൺലിമിറ്റഡ് ലഞ്ചാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം നിങ്ങൾ കൂടെ ഇരിക്കുക, ചാനൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡനാങ് ബീച്ചാണ്. ഡനാങ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഡ്രാഗൺ ബ്രിഡ്ജെ കൂടെയാണ് പാലം വേറെ കാണാം. Color number 14 and number 15 yellow color, that is the Buddha statue, Linh Ứng Pagoda Buddha temple. Yes, so in this morning we take you to visit 4 places. നമ്മൾ ആ വണ്ടിയെ വന്നിട്ട് നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്യും.
ഗൈഡ് നമ്മുടെ ഇവിടെ ഉണ്ടാവും. ഇവിടെ വാഷ്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മളെ ഇനിയിപ്പോൾ കേബിൾ കാറെ കയറ്റി നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. നമ്മുടെ ഗൈഡ് ഫ്രണ്ടിൽ പോകുന്നുണ്ടേ. നമ്മുടെ കൊടിയുണ്ടോ, നേരെ ഇവിടുന്ന് കേബിൾ കാറിലേക്കുള്ള യാത്രയാണ്. താങ്ക് യു. Xin chào. Xin chào. Xin chào എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ആകാം, നമസ്കാരമാകാം, എല്ലാം. Xin chào. ഇവിടെ Xin chào. ആ കൊക്കോണ ഞാൻ എടുത്തോണ്ട് വരാവേ. കാട്ടുകോഴി, നമ്മുടെ കാട്ടുകോഴി നടക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങളുമായിട്ട് ഒരു കുഞ്ഞുമായിട്ട് നടക്കുന്നു. പട 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 എടുത്ത് എൻട്രി ചെയ്യാൻ പോവാണേ. നിഞ്ചാങ് നമുക്ക് എൻട്രി ടിക്കറ്റുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കേബിൾ കാറിലേക്ക് കയറാൻ പോവാണ്. കൂടി കയറിക്കണം. പടാ 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 അല്ല അങ്ങനല്ല. ഒന്ന് പേടിപ്പിച്ച് കേട്ടാ സ്റ്റാർട്ട് ചെയ്തപ്പോ. എന്റെ ദൈവമേ, വരുന്ന ഐറ്റം 저도 허리먹어가지고 나가 있고 알고 이제 봐주나요. 되게 하피셔들을 너무 다 보여줬잖아요. 너희 목살에 부자를 ചരടയിലെ മാല കോർത്തിട്ടേക്കുന്ന പോലെ അല്ലേ, മാലകൾ കോർത്തിട്ടിരിക്കുന്ന പോലെ അല്ലേ, ഒരു എന്നാ പറയുന്നത്, ഒരു നൂലേന്ന് മുത്ത് കോർത്ത് താഴോട്ട് ഇടുന്ന പോലെ ഇവനിങ്ങ് ഊർന്ന് ഇടുന്നല്ലേ. അടിപൊളിയാട്ടോ, അടിപൊളി അടിപൊളിയാണ്. ഇവിടെ എല്ലാം കിടപ്പുണ്ട്. കേബിൾ കാർ നിർത്തിയിട്ടിരിക്കുന്നുണ്ടോടാ, രക്ഷയില്ലട്ടെ. മല മുഴുവൻ കേബിൾ കാറുകളാണ് കേട്ടോ. സൂര്യ നോക്കുമ്പോൾ കാണാം അവിടെ എല്ലാം ഒരുപാട് ലൈനുകളുണ്ട്. എല്ലാം ഇങ്ങനെ മാല പോലെ കിടക്കുന്നതാണ് കേട്ടോ. രക്ഷയില്ല കേട്ടോ. അപ്പൊ നമ്മള് കേബിൾ കാറെ കേട്ടിട്ടുണ്ട്. ലോകത്തിലെ വലിപ്പമുള്ള കേബിൾ കാറുകളിൽ ഒന്നാണ് ഏറ്റവും ലോങ് ആയിട്ടുള്ള കേബിൾ കാറുകളിൽ. ഏതാണ്ട് എത്ര 5 കിലോമീറ്റർ ആണ്. 20 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ആണ്. ഗ്ലാസ് ആണ്, ഫുൾ ഗ്ലാസ് ആണ്. ഒരു വനത്തിനകത്തൂടെ പോകാട്ടോ. നല്ലൊരു ഫീലിംഗ് ആണ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കയറിയപ്പോ. അത് മാറി. നമ്മള് ഇതിനു മുമ്പ് മലേഷ്യയില് ജെൻഡിങ് കയറിയിട്ടുണ്ടല്ലേ. താഴോട്ട് കാണാം. അതുകൊണ്ടല്ല നമ്മുടെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തേക്കുന്ന കാണാം ദൂരെ. നമ്മൾ അങ്ങ് കാണാം, ഡനാങ് നഗരം കാണാം കേട്ടോ. ഡനാങ് ഇവര് ഇറാനിൽ നിന്നുള്ള ഗസ്റ്റ് ആണ്. ആദ്യം നമ്മളൊരു ഗാർഡനിലേക്ക് കയറുന്നേ. മിസ്റ്റ് കാണാം. ഇവിടെ ഇങ്ങനെ പല ഓരോരോ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് കാല് എന്നാ എന്നാ അപ്പൊ നമ്മള് ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണേ. അതിമനോഹരമായ കാഴ്ച.
നമ്മുടെ ദേശീയ പതാക ഇവിടെ പാറി പറക്കുന്ന കാണാൻ ഞങ്ങൾ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണേ. ഭയങ്കരമായ തിരക്കുണ്ട്, ഭയങ്കര തിരക്ക്. വിരലുകൾ കണ്ടോ? നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാട്ടോ. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് അത് വല്ലാത്ത അനുഭവമാണ്. നിങ്ങളൊക്കെ ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. ദൈവത്തിൻ്റെ കരങ്ങളാണ്. ബുദ്ധൻ്റെ കൈക്കകത്ത് അവിടെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ കൈക്കകത്താണ് ഈ പാലം. ഇത് അധികം വർഷങ്ങളായില്ല, 6-7 വർഷമായിരുന്നു ഇത് നിർമ്മിച്ചിട്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണാം ഈ പാലം വൈറലായേക്കുന്ന കാണാം അല്ലേ? അടിപൊളി അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. തണുത്ത് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല കോടം മഞ്ഞ കേട്ടോ. അങ്ങോട്ട് നോക്കി കാണാം, നേരെ കാണാം ഡനാങ് നഗരം കാണാം കേട്ടോ. മഞ്ഞായതുകൊണ്ട് വിഷ്വൽസ് ശകലം മോശമായിരിക്കും. നമുക്ക് പാനാ ഹിൽസിന്റെ മുകളിൽ വന്ന് നമ്മൾ വീട്ടിലുള്ള നല്ല കട്ടൻകാപ്പി സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. സൂപ്പർ കട്ടൻകാപ്പി ഉണ്ടാവും. എല്ലാവർക്കും cheers. വൈകുന്നേരം വന്നാലേ ഈ വ്യൂ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുപോലെ തണുപ്പും മഞ്ഞ്, ഉച്ചയ്ക്കൊക്കെ വന്ന് നല്ല വെയിലായിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ മൈനസാണ് കേട്ടോ. ഞങ്ങളൊരു ഗാർഡനിലേക്കാണ് പോകുന്നത് കേട്ടോ. അയ്യോ അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. ഫ്ലവർ ഗാർഡൻ തിരിച്ചൊരു ഫോട്ടോ എടുക്കാറുണ്ടാ. ഹൈസ് കാലാവസ്ഥ കേട്ടോ. നല്ല മിസ്റ്റി ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. നല്ല പലതരത്തിലുള്ള പൂക്കളാണ്. പൂക്കൾ, പനിനീർ പൂക്കൾ. ഉണ്ടോ? ഓ സ്വർഗം മാമാ സ്വർഗം. ഇതേണ്ട ഇവിടെ സൂര്യകാന്തി പൂക്കളങ്ങളുടെ ഡോള് കേട്ടോ. അടിപൊളി കാഴ്ച കേട്ടോ, അടിപൊളി. സ്വർഗത്തിൽ ചെന്നൊരു ഫീലിങ്സ് ആകട്ടോ. ഒറ്റ രക്ഷയില്ല. മഞ്ഞാണെങ്കിൽ അതിലപ്പുറം. We should come back before 11:15 inside.
So now you want to go the white cellar, so please follow me. So you don't want to go, you can go to the Buddha. തണുപ്പൊന്ന് മാറ്റാൻ വേണ്ടിയാണേ. തണുപ്പ് മാറ്റാൻ ഒരു വൈൻ സെല്ലാറുണ്ട്. അവിടെ നമുക്ക് വൈൻ കുടിക്കാം. വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം നമ്മുടെ തണുപ്പൊന്ന് മാറി. Hi, come here. We're talking about them for you, right here. Just a moment. Hello. 15 minutes. After 15 minutes, through back to the Flower Garden and Buddha Temple. Okay. 11 and 15. അപ്പം നമ്മൾ നേരെ വൈൻ ഗാർഡനിലേക്ക് കയറുക കേട്ടോ. You can sit outside at the bar. നമ്മൾ ടിക്കറ്റ് അവർ സ്കാൻ ചെയ്യുന്നു. സെല്ലാറാണ്, ഗുഹ പോലെ. ഇത് പണ്ട് ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഒരു സെല്ലാറാണ്. ഗ്ലാസ്സുകളോട് അടുക്കിയപ്പോഴാണ് കുപ്പി. ലൈറ്റാണേ. വൈൻ ജാറ് വെച്ചേക്കുന്നതാണ് അവർ. വൈൻ ഭരണികൾ. എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. ദൈവമേ, ഇതിനൊരു അവസാനമില്ലേ? അപ്പോൾ നമ്മൾ നേരെ വൈൻ സെല്ലാറിലെത്തി. നമുക്ക് വൈൻ കഴിച്ച് നോക്കാം. മറ്റേ കൂടെ എടുക്കണ്ടേ? ആ അതെ. Sit down, please. Sit down outside, please. Sit down. Who's like? അതുകൊണ്ട് നമുക്ക് വൈൻ ടിക്കറ്റിന് ഫ്രീ ആയിട്ട് ഒരു സാമ്പിൾ വൈൻ ഉണ്ട്. നമുക്ക് കഴിച്ചു നോക്കാമല്ലോ. Lấy rồi. Lấy rồi đúng không? Mình lấy nước này. സ്ട്രോബെറി വൈൻ. സ്ട്രോബെറി എനിക്ക് കൂടെ വന്നിട്ട് എടുത്തു എടുത്തോണ്ടിരിക്കുക. അഞ്ചു തൊട്ടാ വൈൻ ടേസ്റ്റ് എങ്ങനെ നോക്കി. ഭയങ്കര ഗ്ലാസ്സാ അല്ലേ? അല്ലേ, തണുപ്പ് മാറുമായിരിക്കും അല്ലേ? ഇവിടുത്തെ വൈനിന് ടച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ Can you sit? I will bring for you. ടച്ചിങ്ങായിട്ട് പോർക്ക് Ciao. 9,000 രൂപ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്.拉平啊，食指拉平，对，没有凸出来没关系，食指凸出来没关系，哎对，食指再平一点，食指平一点，哎对。സൂര്യകാന്തി പൂവിൻ്റെ ഒരു തോട്ടം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഒരു വല്ലാത്തൊരു വൈബിലാണ്. തണുപ്പും നല്ല ചിൽഡ് തണുപ്പ്. അടിപൊളി ഗാർഡൻ. സൂര്യകാന്തി ഒരു പോർക്കൂട്ടൻ ഞണ്ടുമായിട്ടിരിക്കുന്നു. പോർക്കൂട്ടൻ. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. ഒരു കേബിൾ കാറെ കയറി അടുത്ത സ്റ്റേഷനിലേക്ക്. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടാണ് വരുന്നത്. മിസ്റ്റ് കാരണം ഇതൊരു നല്ലൊരു ഫ്രെയിമാണ്. ഇത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഒരു വെറൈറ്റി മൂടുണ്ടേ. ഒന്നുമില്ല, വെറുതെ ഒരു പില്ലർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പല തരത്തിലുള്ള ക്ലാഡിങ് ഒട്ടിച്ചിരിക്കുന്നു.
വേറെ കേബിൾ കാറെ കയറി കുറച്ചുകൂടെ മുകളിലോട്ട് പോവാണ്. ഫ്രഞ്ച് വില്ലയിലേക്ക് പോവാം. എനിക്ക് നോക്കിയാൽ കയറാവുള്ളേ എന്ന് വിചാരിക്കും. പക്ഷേ ഒറിജിനൽ ആളാണ്. ഫാക്ടറിയിലേക്കാണ്. നമ്മുടെ ടിക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു 2 ഗ്ലാസ് ബിയർ ഇവിടെ കൂപ്പണുണ്ട്, ഫ്രീ ആണ്. ഇതാണ് ബിയർ ഫാക്ടറി, ബിയർ പാസ. India. You are from Hungary. Hungary. Yes, Europe. Europe. Oh Yes. my God, good. Hi. Down. ഞാൻ ബിയറാട്ടോ, നമ്മൾ ബിയർ കുടിച്ച് തീർക്കും. ബിയർ ഉണ്ടാക്കുന്ന ഐറ്റം ആണ് ഗോതമ്പ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ കേട്ടോ. ഓരോ ഫ്ലേവറിലുള്ള ബിയറുകളുണ്ട്. ടാപ്പിനകത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒഴിച്ച് നമ്മുടെ വേണ്ട ഇംഗ്ലീഷ് 2 ബിയറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൂപ്പൺ അനുസരിച്ച് നമുക്ക് 4 കൂപ്പൺ ഉണ്ടാകും. 4 വെറൈറ്റി ബിയറുകളാണ് ഗോതമ്പ് നമുക്ക് ബിയർ ടേസ്റ്റിങ്ങിനുള്ള ബിയർ വന്നിട്ടുണ്ട്. നമുക്കൊരെണ്ണം ടേസ്റ്റ് നോക്കാം. ബിയർ ഉണ്ടാക്കുന്ന കമ്പനി വന്ന് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് താല്പര്യമുള്ളവർ കഴിക്കുക, ഇല്ലാത്തവർ കഴിക്കണ്ട. ഭയങ്കര കയ്പാണ്. ഒരു മാംഗോ ഫ്ലേവർ, ഒരു മാംഗോയുടെ ഫ്ലേവർ അല്ലേ, ചെനച്ച മാങ്ങാടെ പച്ച മാങ്ങാടെ ഒരു ടേസ്റ്റാണ്. ഓരോന്നും ഓരോ ഫ്ലേവറാണ്. 4 ഫ്ലേവറാണ്. പച്ചമാങ്ങ വേറെ ഒന്നും നോക്കാവേ. എന്താ കളിയാ? 2, 3 ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ബിയറാട്ടോ, കുഴപ്പമില്ല. അപ്പം ബിയറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു പാട്ട് വരുന്നുണ്ട് അജിത്തിന്. ഇന്നലെ വന്ന തപസിനി നീ ഹൃദയ അരപ്പാങ് റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് നമുക്ക് അൺലിമിറ്റഡ് ബൊഫേ ഉണ്ട്. ഫുഡ് വേൾഡാണ്. അവർ നമ്മുടെ നാട്ടിൽ
വീട്ടിൽ കാണാത്തൊരു സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട്. Together, together, go together. പിന്നെ സലാഡ്സ് വരുന്നുണ്ട്. സലാഡുകൾ, ഒരുപാട് സലാഡുകൾ, മോനുണ്ട്, ബീഫുണ്ട്. നോക്കാം. ബീഫും റൈസ് ഉണ്ട്, ജീരക റൈസ് ഉണ്ട്. വെജിറ്റേറ്റീവാണ്. അവിടെ കടായി ചിക്കൻ ഉണ്ട്, ചിക്കൻ വിത്ത് ലെമൺ ഗ്രാസ് ഉണ്ട്, ബീഫ് ഫ്രൈ കേട്ടോ, ബീഫ് ഫ്രൈ കേട്ടോ, നാട്ടിലെ ബീഫ് ഫ്രൈ, മുട്ടക്കറി ഉണ്ട്, ഫിഷാണ്, ഫിഷ്, പോർക്ക്, നോട്ട് പോർക്ക്, കൊഞ്ച്, സൂപ്പർ സാധനം, നൂഡിൽസ്, ഒരുപാട് ഐറ്റം ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് പേരെന്ന് പറഞ്ഞില്ല കേട്ടോ. ചിക്കൻ ഉണ്ട്, കുറച്ച് ഫുഡ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ആ അനീഷ് കൊഞ്ചൊന്ന് കഴിച്ചു നോക്കിക്കടാ. കൊഞ്ച് രസമല്ലേ, ടേസ്റ്റി അല്ലേ? നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ആദ്യം ഒരു കൊഞ്ചെടുത്ത് കഴിച്ചു നോക്കാം. ഫ്രഷ് മീറ്റാട്ടോ, രക്ഷയില്ല. അവിടുന്ന് ഒരു ഫിഷ് കണ്ടായിരുന്നു. ഫിഷ് മുള്ളുള്ള ഐറ്റമാണ്, നമുക്ക് പറ്റുന്ന സാധനം അല്ലെന്ന് തോന്നുന്നു. മുള്ളുണ്ട്. അനീഷ് നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന നല്ല ബീഫ് റോസ്റ്റ് ആയി പറക്കുന്നത്. അപ്പോൾ അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അനീഷ് ടേസ്റ്റ് നോക്കിടാം. അല്ലേ, അടിപൊളി ബീഫാണ് കേട്ടോ. പിന്നെ മീറ്റിന് നല്ല നമ്മുടെ നാട്ടിലെ പോകുന്നതല്ല, കുബൂസിനകത്ത് വെച്ച് സൂപ്പർ അടിപൊളി. വീഡിയോ എടുത്തോണ്ടിരുന്ന കഴിപ്പ് നടക്കത്തില്ല, എല്ലാം കഴിച്ചിട്ട് വീണ്ടും കാണിക്കാം. ഓക്കെ, ഫുഡെല്ലാം കഴിച്ച് ഒരു രക്ഷയില്ല കേട്ടോ, അനങ്ങാൻ പോലും വേണ്ട. കാരണം പല പല വെറൈറ്റികളായിട്ട് കഴിച്ചു പോയി, ഡയറ്റൊക്കെ വിട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മളിതൊക്കെ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. സൂപ്പർ അടിപൊളി ഫുഡായിരുന്നു. ഫുഡിനെ പറ്റി എന്നാ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, വയറ് നടന്നിട്ട് മേല ആവശ്യത്തിന് ഭക്ഷണം എന്നാ വേണം. ഇത് കണ്ടില്ലേ, ബദാമൊക്കെ കഴിച്ചോണ്ടിരിക്കുക. മാറിയിട്ടുണ്ടേ. ഇവിടെ 5D 70 ഷോസ് ഉണ്ട്. അങ്ങോട്ട് കയറുക. ഫാന്റസി പാർക്ക്.
അടിച്ചിട്ട് പോകാം. തീർത്ഥന്മാർ കയറുന്നുണ്ടോ? 为sự an toàn của quý khách, xin vui lòng ngồi yên tại chỗ cho đến khi trò chơi dừng lại hoàn toàn. Cảm ơn quý khách đã tham gia trò chơi. Quý khách vui lòng kiểm tra kỹ thanh tra các quy trình bảo vệ của mình. സിനിമ കാണാം, സിനിമ കാണാം, സമയമില്ല. നമ്മൾ 3D സിനിമ കാണാൻ കയറിയിരിക്കുകയാണ്. 3D റൊട്ടേഷൻ ചെയ്യുന്ന കസേരയാണ്. എങ്ങനെ അതിൻ്റെ അനുഭവം നടത്തില്ല. 3D വിത്ത് 360 ഡിഗ്രി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കാണിക്കാം. വേറെ ലോകമാണ്. കണ്ണാടി കൂടെ കണ്ടാലും മനസ്സിലാകുന്നത്. സ്ലോ മോഷനിൽ സിനിമാറ്റിക് മോഡൽ ഇവിടുത്തെ ഫ്രഞ്ച് വില്ലേജ് കേട്ടോ. കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡിസ്നി വേൾഡിലെ കാണുന്ന പോലെയാണ്. മഞ്ഞ് കാരണം ഒന്നും കാണാൻ മേല കേട്ടോ. ഹൈ മാർക്കറ്റുണ്ട്. ചുറ്റി കാണാൻ ഒരു ഡ്രാമുണ്ട്. ഡ്രാം ഇതിൽ കാണാം. ഒരു ഫ്രഞ്ച് കൊട്ടാരമാണ്.